ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്കുള്ളൊരു യാത്രയിലാണ്. യു എയിൽ വന്നിട്ടുള്ള എല്ലാവരും കംപ്ലീറ്റ് ആൾക്കാർ യു എയിൽ വിസിറ്റിന് വന്നാലും ജോലിക്ക് വന്നാലും ആരായാലും ഒരു തവണയെങ്കിലും പോയി ഗ്ലോബൽ വില്ലേജ് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. അത് അവരവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സെറ്റപ്പ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോവും. ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന്. ഗാർഡനും പിന്നെ പവലിയൻസാണ്. ഓരോ രാജ്യങ്ങൾ സംഭവങ്ങളാണ്. രാജ്യങ്ങൾ ഇന്ത്യ ഉണ്ട്, എല്ലാം കുറേ രാജ്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ രാജ്യങ്ങളുണ്ട്. അതിൻ്റെ ഓരോ വസ്ത്രങ്ങൾ, ഓർണമെൻറ്റ്സ് ഉണ്ട്, ചെരുപ്പുണ്ട്, ഷൂസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റപ്പാണ്. പിന്നെ ലൈറ്റിങ്ങിൻ്റെ പരിപാടിയുണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി അഡ്വഞ്ചർ പാർക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതിലേക്ക് കയറണമെങ്കിൽ പ്രത്യേകം പൈസ കൊടുക്കണം. പിന്നെ ഇവിടെ വലിയൊരു സ്റ്റേജാണ്. ഇവിടെ മറ്റേ ലോഞ്ചിങ് ഒക്കെ ചെയ്യും, മറ്റേ ട്രെയിലർ ലോഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ചെയ്യലുണ്ട്. ദുൽഖറൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും വലിയ ഒരു സെറ്റപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ യു എയിൽ വരുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിരിക്കണം. കണ്ടിട്ടുണ്ടോ? വലിയ മനുഷ്യനെ കണ്ടു, വലിയ മനുഷ്യൻ. ഇപ്പോൾ ഞാനും കൂടെ അതൊരു ഫോട്ടോയൊക്കെ എടുക്കും, അത് പറ്റത്തിടും. കണ്ട എങ്ങനെയുണ്ട്? വലിയ മനുഷ്യൻ്റെ കൂടെ ഒരു ചെറിയ മനുഷ്യൻ നിൽക്കുന്നത്. പിന്നെ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ ഫുള്ള് കയറി കറങ്ങി. ഞാനും വൈഫ് കൂടെയാണ് പോയേട്ടോ. ഞാനും വൈഫ് മാത്രമേ ഉള്ളായിരുന്നു. ഇങ്ങനെ ഗ്ലോബൽ വില്ലേജ് കണ്ടിട്ടില്ല. അങ്ങനെ അവളെ കൊണ്ട് കാണിക്കാൻ വേണ്ടി പോയി. ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം എൻ്റെ കൂട്ടാനോടെ പോയിട്ടുണ്ട്. അപ്പോൾ യു എയിൽ വന്ന് ആരായാലും ഒരു തവണയെങ്കിലും ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ വരിക. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് എമിറേറ്റ്സ് റോഡ്സ് പിടിച്ച് 140 പറപ്പിച്ച്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.